CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി തീർന്നില്ല, അത് പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവന ഇന്നും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പേജും കണക്കാക്കി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നത്? ഞാൻ ആർക്കും പ്രസിദ്ധീകരിക്കാൻ അനുവാദം കൊടുത്തിട്ടുമില്ല. ഇതാണ് വലിയ വിവാദമായത്. EP ജയരാജൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് ഇപ്പം പാർട്ടിയുടെ ചില ഭാഗത്തു നിന്നും ഒരു അനുകൂലമല്ലാത്ത ഒരു നിലപാട് വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാകണം ഇത് ഇത്ര വിവാദമായത്. EP ജയരാജനെ സരസമായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്, നല്ല ഭാഷാ സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതി തീർന്നില്ല എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയിലും കാണുന്നത്. അപ്പോഴേ എന്താണ്, എവിടെയാണ് പ്രശ്നം? അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് DC ബുക്സിന് അയച്ചു. ഞാൻ എഴുതി തീരാത്ത ആത്മകഥ നിങ്ങളെങ്ങനെ പ്രസിദ്ധീകരിക്കും? അത് തൽക്കാലം പ്രസിദ്ധീകരണം നിർത്തിവെച്ചു എന്നും വാർത്ത വന്നു. EP ജയരാജൻ പറയണത്, ഇത് പ്രസിദ്ധീകരിക്കാൻ താൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല, എഴുതി തീർന്നില്ല, പിന്നെ എങ്ങനെ അത് പ്രസിദ്ധീകരിക്കും? എൻ്റെതായ ചില ആത്മകഥാംശത്തിലെ ചില കാര്യങ്ങൾ വെളി വന്നു, അതൊന്നും ഞാൻ പറയാത്ത കാര്യങ്ങളാണ്. സരിൻ എന്ന ഒരു ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കാര്യം വരെ ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതിനെ സരിനെ അല്പം ഇകഴ്ത്തിയാണ് ആത്മകഥയെ പറഞ്ഞതായിട്ട് വാർത്ത വെളിയിലോട്ട് വന്നത്. എന്നാൽ അദ്ദേഹം അത് നിഷേധിച്ചു. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇപ്പം പാലക്കാട്ട് പോയി ഇടതുപക്ഷ സ്ഥാനാർത്ഥി സരിനെ പുകഴ്ത്തി പറയുകയും ചെയ്തു. ഇനി ഒരു പ്രസാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് പബ്ലിഷേഴ്സ് അത് പ്രസാധനം നടത്താൻ തയ്യാറായാൽ അതിന് ചില എഗ്രിമെന്റുകളൊക്കെ വേണം. ഇവിടെ DC ബുക്സും EP-യുമായൊരു എഗ്രിമെന്റ് ഉണ്ടോ അറിയില്ല. അദ്ദേഹം പറഞ്ഞത്, ആർക്ക് ഞാൻ കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. DC ബുക്സിന് കൊടുക്കുമോ അതോ മാതൃഭൂമി പ്രസിദ്ധീകരണത്തിന് കൊടുക്കുമോ ഒന്നും തീരുമാനമായിട്ടില്ല. രണ്ടു കൂട്ടരും ചോദിച്ചിട്ടുണ്ട്. എഴുതി തീരട്ടെ, എഴുതി തീർന്ന ശേഷം ആ കാര്യം ആലോചിക്കാം. പക്ഷെ അതിനു മുമ്പ് തൻ്റെ ബുക്കിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞു താൻ എഴുതാത്ത ചില വാക്കുകൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് DC ബുക്സിന് നോട്ടീസ് കൊടുത്തു. കഴിഞ്ഞ ദിവസം കൊടുത്ത നോട്ടീസ് 15 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വരാം, അല്ലെങ്കിൽ 30 ദിവസം വരെ എടുക്കാം. തന്നെ ആരോ ചീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. DGPയുടെ പരാതി ADGP അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരാള് ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രസാധകരും ആയിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അത് സാധാരണഗതിയിൽ 1 വർഷത്തേനാണ്. 1 വർഷം നിങ്ങളുടെ ചെറുകഥകളോ അല്ലെങ്കിൽ ബുക്കോ അല്ല നോവലോ അല്ലെ നിങ്ങളുടെ ആത്മകഥയുടെ പ്രസിദ്ധീകരണമോ എന്തായാലും ശരി, അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അവകാശം നിങ്ങൾ 1 വർഷത്തേന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. രണ്ടു കൂട്ടരും കൂടെ ഉള്ള ഒരു എഗ്രിമെന്റ് ആണ് അത്. അതിന് എത്ര ശതമാനം റോയൽറ്റി അഥവാ എഗ്രിമെന്റ് വരണം, എത്ര ശതമാനം കൊടുക്കും, അതോ ഔട്ട്റൈറ്റ് ഒന്നിച്ചു കൊടുക്കുകയാണോ, ആ പ്രസാധകർക്ക് കാലാകാലങ്ങളോ അവർക്കിത് പ്രസിദ്ധീകരിക്കാൻ ഉള്ള അവകാശം ഒന്നിച്ചു കൊടുക്കുകയാണോ, അങ്ങനെ ആയാലും എത്ര രൂപ എന്ന് പറയും. അതല്ലെങ്കിൽ എല്ലാ വർഷവും എഗ്രിമെന്റ് പുതുക്കണം. 1 വർഷത്തേനാണെങ്കിൽ ആ 1 വർഷത്തെ എഗ്രിമെന്റ് അതിൻ്റെ റോയൽറ്റി എത്ര, അത് എത്ര വിറ്റ് തീരുന്നതനുസരിച്ചാണോ റോയൽറ്റി വരുന്നത്? 1 വർഷം കഴിയുമ്പോൾ റോയൽറ്റി കൊടുക്കുമോ? ചിലപ്പോൾ അതൊരു 3 വർഷം കൊണ്ടേ വിറ്റ് തീരുകയുള്ളൂ. ആദ്യത്തെ വർഷം എത്ര വിറ്റു അതനുസരിച്ചുള്ള റോയൽറ്റി കൊടുക്കും. ഇവിടെ ഇദ്ദേഹം അങ്ങനെ ഒരു എഗ്രിമെന്റ് DC ബുക്സുമായിട്ടോ അല്ലെങ്കിൽ മാതൃഭൂമിയുമായിട്ടോ അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചില്ല. അത് തീർച്ചയായിട്ടും അതില്ലാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വയലേഷൻ തന്നെയാണ്. അപ്പോൾ അതൊരു ചീറ്റിങ്ങിന്റെ സ്വഭാവം അതിനകത്ത് വരും, 420 വരും.
അതൊരു ഡിഫോമേറ്റീവ് സ്വഭാവം വരും, അതിനും കേസെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് DC ബുക്സിന് അദ്ദേഹം നോട്ടീസ് അയച്ചു. അവര് നിർവാദം അല്ലെങ്കിൽ നിർവാജ്യം ക്ഷമ പറയണം, അത് തിരുത്തണം, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എന്ന് പറയണം. അതാണ് അദ്ദേഹം വക്കീലിനോട്ട് കൊടുത്തതിൻ്റെ സ്പിരിറ്റ്. അത് അവർ തമ്മിൽ സംസാരിച്ചാൽ ആ പ്രശ്നം തീരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ എഗ്രിമെന്റ് വെക്കുമ്പം 1 വർഷത്തേനാണ് സാധാരണഗതിയിൽ പ്രസാധകരും എഴുത്തുകാരനും തമ്മിൽ എഗ്രിമെന്റ് വെക്കുന്നത്. അതിന് റോയൽറ്റി ഇത്ര ശതമാനം, 10%, 15%, 25% റോയൽറ്റി അല്ലെന്ന് പറയും. റോയൽറ്റി ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 30 അല്ലെങ്കിൽ 1 വർഷം പൂർത്തിയാക്കുമ്പം ഇത്രാം തീയതിക്കകം അയച്ചു തരണമെന്നുണ്ടാവും. പിന്നെ പ്രസിദ്ധീകരണത്തിന് അവർ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അതിലൊരു 100 കോപ്പിയെങ്കിലും കമ്മീഷൻ ഇല്ലാതെ അവർക്ക് 100 കോപ്പി സ്വന്തമായിട്ട് പ്രസിദ്ധീകരിച്ച് വിൽക്കാം. എത്ര കോപ്പിയാണ് വിൽക്കുന്നത് അതനുസരിച്ചുള്ള റോയൽറ്റി ലഭിക്കും. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എഗ്രിമെന്റ് എത്തിയിട്ടില്ല എന്നാണ് EP പറയുന്നത്. മാതൃഭൂമിയായിട്ടും ഇല്ല, അതുപോലെ തന്നെ DC ബുക്സുമായിട്ടില്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഞാൻ എഴുതി തീരാത്ത ഒരു പ്രസിദ്ധി അല്ലെ എൻ്റെ ആത്മകഥ എങ്ങനെ ഇവർക്ക് എഴുതാൻ പറ്റും? അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. EP DGP കൊടുത്ത പരാതിയിൽ അത് തന്നെയാ പറയുന്നത്. ഏതായാലും പരാതി അന്വേഷിക്കാൻ FIR ഇട്ടിട്ട് അന്വേഷിക്കുമോ എന്നറിയില്ല, അതോ ആ പത്രക്കാരുമായിട്ട് പോലീസ് സംസാരിച്ച് ഒരു ഒത്തീർപ്പിലെത്തുമോ ഇല്ലയോ എന്നറിയില്ല. EP ഇത് ആരെ ഏൽപ്പിച്ചിട്ടില്ല, ഇത് താനല്ലേ എഴുതുന്നത്, തൻ്റെ വാക്കുകൾ കൊണ്ടല്ലേ എഴുതുന്നത്, മറ്റൊരാളല്ലല്ലോ ആത്മകഥാംശം എഴുതുന്നത്. അത് ഞാൻ എഴുതി കൊടുക്കും, അതിന് ചില വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുത്തിലെന്തെങ്കിലും മോശ പദപ്രയോഗം ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെ ഏൽപ്പിച്ചപ്പോൾ അയാളും ഇവരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് ആ വക്കീൽ നോട്ടീസിന്റെ മറുപടി മിക്കവാറും അത് ഉണ്ടാവും. അത് രമ്യതയിൽ തീരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം പോലീസ് മുഖേന നടത്തുന്നുണ്ട്. അത് പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു എന്തെങ്കിലും എഗ്രിമെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു സിവിൽ നേച്ചറാണ്. അതിനകത്തൊരു ചീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് അതിനകത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെ വിവാദമായിരിക്കുന്നു ഈ ആത്മകഥയുടെ പ്രസിദ്ധീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും. ഏതായാലും EP എപ്പോഴും പാർട്ടിയിലെ ഒരു വിവാദക്കാരനാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും പല വാക്കുകളിനകത്തൊക്കെ പത്രക്കാര് തോണ്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ പത്രക്കാർ മുഴുവൻ നടക്കുന്നത് കാണാം. എപ്പോഴും വാർത്താ പ്രാധാന്യമുള്ള ചില പദപ്രയോഗങ്ങൾ, വാർത്താ പ്രാധാന്യമുള്ള ചില വാചകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള കസർത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നർമ്മങ്ങളും അതിനകത്തുണ്ടാവും. ഏതായാലും EP-യുടെ പുറകെ അതുകൊണ്ടാണ് പത്രക്കാർ സ്ഥിരമായിട്ട് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും വിവാദമാകാറുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണം പല കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് അത് രസകരമായിട്ട് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. അത് രാഷ്ട്രീയപരമായിട്ട് എതിർചേരിയിലേക്ക് എഴുതിവിടുന്ന ചില ശരങ്ങളായിട്ടും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിനകത്ത് അല്പം നർമ്മങ്ങൾ ചേർത്ത് തന്നെയാണ് അദ്ദേഹം ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഏതായാലും വിവാദപരമായ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പ്രസിദ്ധീകരണത്തെപ്പറ്റി ഇനി ആ DC ബുക്സ് ആണോ മാതൃഭൂമിയാണോ അത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.